ഇന്ത്യൻ ഫാസിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, പൊതുവിൽ സാമാന്യ ബോധത്തെ സംബന്ധിച്ചിടത്തോളവും 2002 ഫെബ്രുവരി 27 ഗോദ്ര സംഭവത്തോടു കൂടിയാണ് ഈ വംശഹത്യ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു നാടൻ പ്രയോഗം കടമെടുത്താൽ, ഗോദ്രയിൽ നിരപരാധികളായ, നമുക്കറിയാം ഇന്നും നടുക്കത്തോടെ അല്ലാതെ ഗോദ്രയിലെ സബർമതി എക്സ്പ്രസിൻ്റെ കോച്ച് 6 വെന്തു മരിച്ച കർഷകരായ മനുഷ്യരെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നടുക്കമുണ്ടാക്കുന്നതാണ്, അത്യന്തം ഭീകരമാണ്, ക്രൂരമാണ്. മലയാള ഭാഷയിലെ ഏത് വാക്കുപയോഗിച്ച് വിവരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ വിവരണം ആ ക്രൂരതയുടെ സമീപത്ത് എത്തുകയില്ല. അത്രയും നടുക്കമുണ്ടാക്കുന്നതാണ്. പക്ഷേ നമ്മളെ അമ്പരപ്പിക്കുന്ന വസ്തുത, ഇപ്പോൾ പോലും ആ മരിച്ച 59 പേരിൽ 39 പേരുടെ വിശദാംശങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നുള്ളതാണ്. റിപ്പോർട്ടുകൾ പറയുന്നതിനനുസരിച്ച് ഗോദ്ര എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എങ്ങനെ സംഭവിച്ചാലും അതിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതും പൂർണ്ണമായ ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തേണ്ടതും ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഗുജറാത്ത് വംശഹത്യയെ ഗോദ്രയുമായി മാത്രം ചേർത്ത് വച്ച് ആലോചിക്കുന്നത് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പരിമിതിയാണ് എന്ന് പറയാതെ നിർവാഹമില്ല.